ഓണക്കാലത്ത് മിതമായ നിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ മികച്ചൊരു ഷോപ്പിംഗ് അനുഭവം കൂടി ഒരുക്കുന്നതാണ് സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയർ എന്ന് പറയാതെ വയ്യ. ഞാനിപ്പോൾ ഉള്ളത് EK നയനാർ പാർക്കിലെ ഈ ഓണം ട്രേഡ് ഫെയറിലാണ്. സ്വാഭാവികമായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിവിധ ഇനം ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ നിരനിരയായി അടുക്കി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ജർമ്മൻ ഹാങ്കർ സ്ട്രക്ചറിൽ എയർ കണ്ടീഷൻഡ് സൗകര്യമാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. 4000 സ്ക്വയർ ഫീറ്റിലുള്ള സപ്ലൈകോ സ്റ്റാളിന് പുറമെ മിൽമ, പച്ചക്കറി, തുണിത്തരങ്ങൾ, ഫുഡ്വെയറുകൾ, അതോടൊപ്പം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ മെഗാ ട്രേഡ് ഫെയറിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 25 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 9 മണി വരെ ആയിരിക്കും ട്രേഡ് ഫെയറിൻ്റെ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലാക്കണം. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 തുടങ്ങി 25-നാണ് അവസാനിക്കുകയും ചെയ്യുക. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ നടത്തുകയും ചെയ്യും. ഓണസദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന ഭക്ഷ്യവിഭവങ്ങളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രത്യേകം ഗിഫ്റ്റ് കാർഡുകൾ ഉൾപ്പെടെ സപ്ലൈകോ പുറത്തിറക്കുകയും ചെയ്യുന്നത്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, വിവിധ ശബരി മസാലകൾ തുടങ്ങി 21 ഇനങ്ങളടങ്ങിയ അത്തം ഓണം സമ്മാന കിറ്റ് 1000 രൂപയ്ക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കും. പരമാവധി വിൽപ്പന വില 1280 രൂപയുള്ള ഈ കിറ്റ് 280 രൂപ വിലക്കുറവിലാണ് ഉപഭോക്താവിന് ലഭിക്കുകയും ചെയ്യുക. 2026 ഓണത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് എല്ലാ കൊല്ലവും പോലെ തന്നെ ഫെയർ നമുക്ക് ഇത്തവണ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ വിപുലീകരിച്ച് വളരെ ഒരു മികച്ച AC സെറ്റപ്പിലൊക്കെയാണ് നമ്മളിവിടെ ഫെയർ നടത്തുന്നത്. 13-ാം തീയതിയായിരുന്നു ഉദ്ഘാടനം. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. 25-ാം തീയതി ഉത്രാടം ദിനം വരെ ഈ ഫെയർ ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ 1 കിലോ മുളക് വീതം കുറച്ച് നാളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാം 140 രൂപയാണ് മുളകിൻ്റെ വില. വെളിച്ചെണ്ണ 249 രൂപ. അങ്ങനെ ഉഴുന്ന, പയർ, കടല എല്ലാം 2 കിലോ സാധനം വീതം. അത് അടുത്ത മാസത്തെ സാധനം കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അരി 8 കിലോ, മട്ട അരിയോ ജയ അരിയോ എല്ലാം 33 രൂപയാണ് അരിയുടെ വില. ഇതെല്ലാം കിട്ടുന്നുണ്ട്. പച്ചരി, സബ്സിഡി പച്ചരി 27 രൂപയ്ക്ക് പിന്നെ നിങ്ങൾക്ക് കിട്ടും. അത് 20 കിലോ വരെ ഒരു റേഷൻ കാർഡിന് കിട്ടും. പിന്നെ സപ്ലൈകോയുടെ സ്പെഷ്യൽ പുട്ടുപൊടി, അപ്പം പൊടി അതൊക്കെ 2 കിലോ വീതം ഒരു റേഷൻ കാർഡിന് 49 രൂപ മാത്രമാണ് 1 കിലോയ്ക്ക് അതിനുള്ള വില. 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റ് പരമാവധി വിൽപ്പന വിലയിൽ നിന്ന് 380 രൂപ കുറച്ച് 1500 രൂപയ്ക്ക് ആണ് ഇവിടെ നിന്ന് ലഭിക്കുക. 30 ഇനങ്ങളടങ്ങിയ പ്രീമിയം ഓണാഘോഷ കിറ്റ്, അത് തിരുവോണ കിറ്റ് കൂടിയാണ്. 540 രൂപ വിലക്കുറവിൽ 2000 രൂപയ്ക്ക് സപ്ലൈകോ നൽകുന്നു എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇതിന് പുറമെ തന്നെ പുട്ടുപൊടി, സേമിയ, പായസക്കൂട്ട്, അതോടൊപ്പം മുളകുപൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങി 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് 75 രൂപയിലധികം വിലക്കുറവിൽ 299 രൂപയ്ക്കാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ലഭിക്കുകയും ചെയ്യുക. മാത്രമല്ല സപ്ലൈകോ ഓണം ഗിഫ്റ്റ് കാർഡുകളും കൂടി സപ്ലൈകോ വകുപ്പ് പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. 500-1000 രൂപ മൂല്യമുള്ള ഈ കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യാം. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ ചിങ്ങം പിറന്നിട്ടില്ല. ചിങ്ങം സ്വാഭാവികമായും നാളെയാണ് പിറക്കുന്നത്. അതിന് മുൻപ് തന്നെ വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന വിവരം. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. എല്ലാ കൊല്ലവും പറഞ്ഞതല്ലേ? എല്ലാം വാങ്ങിച്ചു. പരിപ്പ്, പയർ, കടല, സേമിയ, അട എല്ലാം വാങ്ങിച്ചു. സപ്ലൈകോയുടെ വില ഇത്തിരി കുറവ് തന്നെ. എല്ലാ സാധനങ്ങളും ഇത്തവണ അവൈലബിൾ ആണ്. വിലയിൽ കുറവുണ്ട്. വളരെ കുറഞ്ഞ വിലയ്ക്കാണ് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൻ വിജയം തന്നെയാണ് ഇത്തവണ. ഓക്കെ, സ്വാഭാവികമായിട്ട് അരിവിലയൊക്കെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറവാണ്. ഇവിടെ അരിവില വളരെ കുറവാണ്. കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുണ്ട്. അതെ, ഓണം പ്രമാണിച്ചുള്ള പർച്ചേസാണ് നടക്കുന്നത്. റേഷൻ കാർഡും മറ്റുമൊക്കെ ആയി സാധാരണക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതും പാക്കിംഗ് കാഴ്ചകളും ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്ന് കാണാനും കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ എത്തി സാധനങ്ങളും മറ്റും വാങ്ങി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നത്. ചിങ്ങം തുടങ്ങിയാൽ തന്നെ ഒരു ആഘോഷ വൈബിൽ കൂടിയാണ് തിരുവനന്തപുരത്തെ ജനതയുള്ളത് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. അടിമുടി ഹാപ്പിയാണ് ഇത്തവണത്തെ ഓണം. അതോടൊപ്പം ആ ഹാപ്പി മൂഡിനെ ആവേശം പകർന്നുകൊണ്ട് സപ്ലൈകോ കൂടി രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രശ്നങ്ങളുമില്ലാതെ ആളുകൾക്ക്
കൃത്യമായി ഉപഭോക്താക്കൾക്ക് സാധന സാമഗ്രികൾ ലഭ്യമാക്കാൻ സപ്ലൈകോ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം EK നയനാർ പാർക്കിലുള്ള ജില്ലാ ട്രേഡ് ഫെയർ ഔട്ട്ലെറ്റിൽ നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.